അസ്സലാമലൈക്കും. നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പം ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കറിയാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 500 ഗ്രാം ചിക്കനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ട വെജീസ് എത്രയാണെന്ന് വെച്ചാൽ 2 ഉള്ളി. ഇനിയിപ്പോൾ തക്കാളി വലുതാണെങ്കിൽ ഒറ്റൊന്ന് മതി. ഇനിയിപ്പോൾ ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു 5 എടുക്കുക. ഇനി ഓരോ ബഞ്ചസ് വീതം കറിവേപ്പിലയും മല്ലിച്ചപ്പും ഇതൊക്കെ അരിഞ്ഞ് സെറ്റാക്കി സൈഡിൽ വെച്ചോ. ഇനി നമുക്ക് പ്രിപ്പറേഷൻ നോക്കാം. കുക്കറിലേക്ക് 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്യുക. എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഒരു ബഞ്ച് കറിവേപ്പില, അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ശേഷം 2 വറ്റൽ മുളകും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇഞ്ചിൻ്റെ വെളുത്തുള്ളിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഉള്ളി ഇനി നല്ലോണം ഒന്ന് വാടി വരണം. ഉള്ളി ഇട്ടതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഉള്ളി പെട്ടെന്ന് വാടി കിട്ടും. അതിനോട് വിട്ടുപോയതാ. ഇനി നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്നുകൂടി നല്ലോണം ഒന്ന് സോട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ പാടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പും കൂടി ഒന്ന് സോട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾ, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, കൂടെ തന്നെ 1.5 ടീസ്പൂൺ ചിക്കൻ മസാല പൗഡറും 1/4 ടീസ്പൂൺ ഗരം മസാലയും ഇതൊക്കെ പാടിയിട്ടിട്ട് ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച മല്ലിച്ചപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കിയ നമ്മളെ ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മസാലയൊക്കെ ഒന്ന് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. വെള്ളം ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ചിക്കന് മുങ്ങാൻ തക്ക തന്നെ വെള്ളം ഒഴിക്കുക. അതായത് ഞാനിവിടെ എടുത്ത വെള്ളം എന്ന് വെച്ചാൽ 1 കപ്പ് വെള്ളം. അപ്പോൾ ആ വെള്ളം കൂടി ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമ്മൾ കുക്കറിൽ ഒരു 3 വിസിൽ വേവിച്ചെടുക്കാം. ഇനി 3 വിസിലിന് ശേഷം നമ്മൾ കുക്കർ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. ഇനി നമുക്കിതിന് കട്ടി കൂട്ടാൻ വേണ്ടിയിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇനിയിപ്പോൾ കറിയിൽ അധികം വെള്ളം ഓവറാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് മിക്സ് ചെയ്തതിന് ശേഷം കറിയിലേക്ക് ഒഴിച്ചാൽ കറി നല്ല ടൈറ്റായി കിട്ടും. ഇനി നമുക്ക് നമ്മളെ കറീൻ്റെ ഫൈനൽ സ്റ്റേജ് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടിയിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തു. എണ്ണ ചൂടായപ്പോൾ കുറച്ച് കറിവേപ്പിലയും അതിൻ്റെ കൂടെ തന്നെ 2 വറ്റൽ മുളകും പിന്നെ കുറച്ച് ചെറിയുള്ളിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല ബ്രൗൺ കളറായാൽ മാറ്റാം. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചിക്കൻ കറി ഇവിടെ റെഡിയായി. അപ്പോൾ വറുത്ത് വെച്ച് നമ്മളെ ചെറിയുള്ളിയും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി. ഇനി നല്ല ചൂടുള്ള നെയ്ച്ചോറും അതിൻ്റെ കൂടെ അച്ചാറും തൈരും കൂടി ഉണ്ടെങ്കിൽ സംഗതി കേമോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ ഫ്രം കോയാസ് റെസിപ്പി.